ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഫിദാസ്. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി ഫ്രൂട്ട് സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട്, ഇത് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതൊന്നുമല്ല കേട്ടോ. സഫിദയ്ക്ക് നല്ലൊരു ആഗ്രഹം, ഫ്രണ്ട്സൊക്കെ സ്കൂളിലേക്ക് വരുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്, അപ്പോൾ അത് പറഞ്ഞിട്ട് ഞങ്ങൾ മേടിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇത് കൊടുന്ന് കട്ട് ചെയ്തിട്ട് ആദ്യത്തെ പീസ് ഞങ്ങൾ അവൾക്ക് തന്നെ ഒന്ന് കൊടുത്ത് നോക്കി കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കണ കാരണം തോന്നുന്നുണ്ട് ആളത് സൂപ്പറാന്ന് പറഞ്ഞു. അത് സൂപ്പറാന്ന് പറഞ്ഞപ്പോൾ മൂത്താൾക്കും കൂടെ ഒരാഗ്രഹം എൻ്റെ വായിലും കൂടെ വെച്ച് തായോ എന്ന് പറഞ്ഞു. അത് ഞാനിത് അവൾക്കും കൂടെ ഒരു പീസ് കൊടുത്തപ്പോൾ അവളും പറഞ്ഞു കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ന്. പിന്നീടൊന്ന് ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് കുട്ടികൾ വെറുതെ പറഞ്ഞതാണ്. ഞാൻ വീഡിയോ എടുക്കണ കാരണം എന്നോട് അടിപൊളിയായെന്ന് പറഞ്ഞതാണ്. സാധനത്തിൽ തീരെ മധുരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ അത് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. ഒറ്റപ്പാലത്ത് നിന്ന് ഉമ്മ വരുമ്പോൾ അവിടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ, ഒരു അവക്കാഡോ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുകൊണ്ടൊരു സൂത്രം ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം കടയിൽ പോയിട്ട് ഒരു മിൽക്ക് മെയ്ഡൊക്കെ മേടിച്ച് കൊടുന്നു കേട്ടോ. അവക്കാഡോ കട്ട് ചെയ്തപ്പോൾ അവക്കാഡോയുടെ ഉള്ളിൽ വിത്തൊക്കെ അതിരുന്നിട്ട് മുളച്ചിരിക്കണം. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ കാമ്പ് മാത്രം എടുത്തു കേട്ടോ. കാമ്പ് മാത്രം എടുത്തിട്ട് അത് അല്പം മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചു. അറിയാലോ അവക്കാഡോ എന്ന് പറഞ്ഞാലും തീരെ മധുരമില്ലാത്തൊരു ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഐസ്ക്രീമിൻ്റെ മാതിരി നല്ല കുറുങ്ങനെ വന്ന് മിൽക്ക് മെയ്ഡിൻ്റെ ആ മധുരവും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളി ഫ്ലേവറായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ആ ഡ്രാഗൺ ഫ്രൂട്ട് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. സംഭവം ഉണ്ടാക്കുന്ന രീതി എനിക്ക് വീഡിയോ എടുക്കുന്നത് നമ്മുടെ മൂത്ത ആൾ തന്നെയാണ് കേട്ടോ. ആളോട് ഞാൻ പറഞ്ഞു നീ വീഡിയോ എടുത്ത് തരികയാണെങ്കിൽ മാത്രമാണ് കേട്ടോ ഞാനിത് ചെയ്തു തരാൻ പറഞ്ഞു. അങ്ങനെ അതെ കുറച്ച് പാൽ കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നു. അങ്ങനെ പാലും മിൽക്ക് മെയ്ഡും അവക്കാഡോയും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ചും കൂടെ പാലൊന്ന് ആഡ് ചെയ്തിട്ട് വല്ലാതെ തിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തിക്നെസ് ഞാനൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നല്ലോ അതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു കളറ് തന്നെ മാറിയിട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ടപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല റെഡ് കളറിലുള്ളതായിരുന്നു. ആ ഡ്രാഗൺ ഫ്രൂട്ട് ചേർത്തപ്പോൾ തന്നെ നല്ല കാണാനൊരു നല്ല ഭംഗിയൊക്കെ വന്നു കേട്ടോ. നല്ല റെഡ് കളറ് സൈഡിലൊക്കെ മിക്സായിട്ട്. അപ്പോൾ എന്ത് തന്നെയായാലും സാധനം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ രണ്ട് ഫ്രൂട്ടും നമുക്ക് തനിയെ കഴിക്കുമ്പോൾ അത്രയ്ക്ക് രുചി തോന്നാറില്ല. പക്ഷേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഫ്രൂട്ട് സാലഡ് പരിവം. ഫ്രൂട്ട് സാലഡ് തന്നെ അധികം ഫ്രൂട്ട്സ് ഒന്നുമല്ല, ഈ അവക്കാഡോയും ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡും പാലും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പക്ഷേ പറയാൻ വയ്യട്ടോ നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു. നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. സംഭവം എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ പറയണം. അഥവാ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിൽ പോയി ഉണ്ടാക്കി നോക്കണം കേട്ടോ. സംഭവം സൂപ്പറാണ്.